പേരാമ്പ്രയിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഞങ്ങളിൽ ചിലർ പിറകിൽ നിന്ന് തല്ലിയെന്ന് SP കുറ്റസമ്മതം നടത്തി. പക്ഷേ തൂവാലയിൽ മഷി പുരട്ടി ചോരയാക്കിയെന്ന CPM ആരോപണത്തിൽ നിൽക്കാം എന്ന് തീരുമാനിച്ചതുകൊണ്ടാകും തല്ലിച്ചതച്ച പോലീസിനെ സർക്കാർ തൊട്ടില്ല. ഇപ്പോൾ തല്ലിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ലാത്തി വീശുന്ന ദൃശ്യങ്ങളുമായിട്ടാണ് ഷാഫി പറമ്പിലെന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇയാളാണ് തന്നെ 3 തവണ തല്ലിയതെന്ന് ഷാഫി പറയുന്നു. അയാൾ കേമനാണ്. 2023 മാഫിയ ബന്ധത്തിലും പീഡനക്കേസിലും സസ്പെൻഷനിലായി പിന്നീട് പിരിച്ചുവിടപ്പെട്ട ആളാണ്. സസ്പെൻഷൻ രേഖയുണ്ട്. അഭിലാഷ് അടക്കം 3 പേരെ പിരിച്ചുവിട്ടുവെന്ന വാർത്ത വന്ന പത്രവാർത്തകൾ തെളിവായുണ്ട്. അപ്പോൾ അയാൾ എങ്ങനെയാണ് തിരിച്ചു കയറിയത്? CPM ബന്ധമുള്ള പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങുന്ന ആളെന്നാണ് ഷാഫിയുടെ ആരോപണം. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്നതിന് എന്താണ് മാനദണ്ഡം? പിരിച്ചുവിട്ടതിൽ മുഖ്യമന്ത്രി സഭയിൽ പറയുന്ന വലിയ കണക്കുകൾ പിന്നീട് രഹസ്യമായി മാറ്റിയെഴുതുന്നുണ്ടോ? മറുപടി തേടുന്ന ചോദ്യങ്ങൾക്ക് ഷാഫി ഷോ എന്ന ക്ലീഷേ മതിയാകുമോ? കൊട്ടേഷൻ പോലീസോ എന്നതാണ് ചോദ്യം.